കലകളെ ഏറെ സ്നേഹിക്കുന്നവരുടെ നാടാണ് കോഴിക്കോട്. എണ്ണമറ്റ കലാകാരന്മാരും കലാസ്വാദകരും കോഴിക്കോടിനുണ്ട്. അവരുടെ കഴിവിനെ പോഷിപ്പിക്കാൻ സാധിക്കുന്ന സഹൃദയന്മാരാൽ സമ്പന്നമാണ് ഈ നാട്. കലകളിൽ തന്നെയും സിനിമയ്ക്ക് വിശിഷ്ടമായ ഒരു സ്ഥാനമുണ്ട് കോഴിക്കോടിൽ. ബാബുരാജ് മാസ്റ്റർ, കുതിരവട്ടം പപ്പു തുടങ്ങി ഒട്ടനവധി കലാകാരന്മാരുടെ വളർച്ചയിൽ ഈ മണ്ണിനും പങ്കുണ്ട്. കോഴിക്കോടിലെ സാംസ്കാരിക മണ്ഡലത്തിലും അതിപ്രധാനമായ ഒന്നാണ് സിനിമ. ഡേവിസൺ, ബ്ലൂ ഡയമണ്ട്, പുഷ്പ, സംഘം എന്നിങ്ങനെ ഒട്ടേറെ തിയേറ്ററുകൾ നമുക്ക് ഉണ്ടായിരുന്നു. പല തിയേറ്ററുകളും ഇന്ന് നഷ്ടമായിരിക്കുന്നു. പകരം ഷോപ്പിംഗ് മാളുകളും മറ്റും ഉണ്ടായിട്ടുമുണ്ട്. ഡേവിസൺ തിയേറ്റർ ഉണ്ടായിരുന്ന സ്ഥലമാണിത്. ഇന്നിപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്നു. ഇതുപോലെ തന്നെ മറ്റിടങ്ങളും. തിയേറ്ററുകൾ നമ്മൾക്ക് നൽകിയത് കൂട്ടായ്മയുടെ ഇരിപ്പിടങ്ങളാണ്. സഹൃദയരായ കോഴിക്കോട്ടുകാർ എല്ലാ ഭേദചിന്തകൾക്കും അപ്പുറം ഒരുമിച്ചിരിക്കുന്ന ഇടങ്ങളിലൊന്ന്. ഒന്നിച്ചിരിക്കുന്നു എന്നതുപോലും സാമൂഹ്യ മാറ്റത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു. ജാതിയുടെ തൊട്ടുകൂടായ്മകളും തീണ്ടിക്കൂടായ്മകളും പുറത്തുവച്ച ശേഷമേ ഏതൊരാൾക്കും തിയേറ്ററിൽ കയറാൻ സാധിക്കൂ. പണത്തിനെ അടിസ്ഥാനമാക്കിയുള്ള വേർതിരിവ് പരിഗണിച്ചില്ലെങ്കിൽ എല്ലാവർക്കും പ്രാപ്യമായ ഒരു പൊതു ഇടമാണ് തിയേറ്റർ. വിവിധ ജനവിഭാഗങ്ങളിൽ പെടുന്നവർ തൊട്ടടുത്തായി ഇരിക്കുന്ന ഇടം. വാണിജ്യ സിനിമ, സമാന്തര സിനിമ എന്നീ വിഭജനങ്ങൾ നേർത്തുവരുന്ന കാലമാണിന്ന്. ആഴമേറിയ ചിന്തകളും ശക്തമായ രാഷ്ട്രീയവും കലാമൂല്യവും എല്ലാം ഉൾക്കൊള്ളുന്ന ചലച്ചിത്രങ്ങൾ പ്രധാന തിയേറ്ററുകളിൽ വിരളമായേ കാണാൻ സാധിക്കൂ. മുഖ്യധാരാ സിനിമകൾ സിനിമാ വ്യവസായത്തെയും തിയേറ്ററുകളെയും നിലനിർത്തുന്നതിൽ പ്രധാനമാണ്. അത്തരം സിനിമകൾ പ്രദർശിപ്പിച്ചിട്ടും ഡേവിസൺ, പുഷ്പ, സംഘം തുടങ്ങിയ തിയേറ്ററുകൾ അടച്ചുപൂട്ടി. സാമ്പത്തിക ബാധ്യതകൾ ഓരോന്നിൻ്റെയും മൂലകാരണമായി കാണാം. തിയേറ്റർ വിഹിതം അതിൻ്റെ നടത്തിപ്പിന് പോലും തികയാതെ വരുന്നത് ഇവിടെ വ്യക്തമാണ്. ഇങ്ങനെയാണെങ്കിൽ സമാന്തര സിനിമകളുടെ തിയേറ്റർ വിഹിതത്തിൻ്റെ അപര്യാപ്തത സാമ്പത്തിക ബാധ്യതകൾ സൃഷ്ടിച്ചേക്കും എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. സിനിമാ വ്യവസായത്തിൻ്റെ വിതരണ രീതിയിൽ ഇന്ന് മാറ്റം വന്നിരിക്കുന്നു. ഒരു സിനിമയുടെ പ്രാരംഭ ചർച്ചയിൽ തന്നെ ചലച്ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ് വിറ്റുപോകുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് അതിനപ്പുറം വിതരണം വളർന്നു. ഓൺലൈൻ സ്ട്രീമിംഗ്, ഓൺലൈൻ റിലീസിംഗ് എന്നീ നൂതന സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്ന ആവശ്യകത ഇല്ലാതാക്കി. അതോടെ തിയേറ്ററിൽ ആളുകൾ കുറയുന്നു. തിയേറ്റർ ഉടമകളുടെ നഷ്ടക്കച്ചവടം അല്ല പ്രധാനം. നഷ്ടമാകുന്നത് കൂട്ടായ്മകളുടെ തിയേറ്റർ ഇടങ്ങളാണ്. സിനിമാസ്വാദനം തൻ്റേതായ സ്വകാര്യ ഇടങ്ങളിലേക്ക് ചുരുങ്ങുന്നത് ആശങ്കപ്പെടുത്തുന്നു. മൾട്ടിപ്ലക്സുകൾ, മൾട്ടി സ്ക്രീനുകൾ എന്നിവ ഈ അവസ്ഥയിലും പിടിച്ചു നിൽക്കുന്നുണ്ട്. മികച്ച തിയേറ്റർ അനുഭവവും നൽകുന്നുണ്ട്. എന്നാൽ അവിടെ സമൂഹത്തിലെ എല്ലാ ജനങ്ങളും എത്തുന്നുണ്ടോ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. വാണിജ്യ സിനിമകൾ പോലും തിയേറ്ററുകൾക്ക് നഷ്ടം വരുത്തവേ സമാന്തര സിനിമകൾക്ക് സ്ക്രീനുകൾ ലഭിക്കുക വലിയൊരു പ്രശ്നമായി മാറുന്നു. ഈ ഘട്ടത്തിലാണ് സമാന്തര സിനിമകൾക്ക് ഒരു സ്ക്രീൻ കോഴിക്കോട് ഉയരുന്നത്.
ബദൽ തിയേറ്റർ എന്ന വിശേഷണത്തോടെ സാമൂഹിക വൽക്കരണത്തിൻ്റെ അന്തരീക്ഷത്തോടെ ഓപ്പൺ സ്ക്രീൻ. കോഴിക്കോടിൻ്റെ കലാപാരമ്പര്യത്തിൽ ഭാഗമായി തീരാനുള്ള പുതിയ ചുവടുവെപ്പാണ് ഓപ്പൺ സ്ക്രീൻ. സമാന്തര സിനിമകൾക്കും ക്ലാസിക് സിനിമകൾക്കും ഷോർട്ട് ഫിലിമുകൾക്കും വേദിയാകുന്ന ഓപ്പൺ സ്ക്രീനിനു പിന്നിൽ ഒരുപാട് അധ്വാനവും വെല്ലുവിളികളുമുണ്ട്. ഓപ്പൺ സ്ക്രീൻ സംരംഭകർക്ക് അതിനെക്കുറിച്ച് പറയാനുമുണ്ട്. ഈ ഓപ്പൺ സ്ക്രീൻ എന്നുള്ള പേര് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് സിസിലു എന്ന് പറഞ്ഞിട്ട്, അവരാണ് ഈ പേര് സജസ്റ്റ് ചെയ്തത്. ഓപ്പൺ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടു ഓൾ എന്നുള്ളൊരർത്ഥത്തിൽ, കുറച്ച് ഭയങ്കര വിശാലമായ ഒരർത്ഥത്തിലാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുക. മീൻസ് ആർക്ക് സിനിമ കാണിക്കാം, എപ്പോൾ വേണമെങ്കിൽ സിനിമ കാണിക്കാം, അങ്ങനെ ഒരു അർത്ഥത്തിലാണ് ഓപ്പൺ സ്ക്രീൻ എന്ന പേര് വന്നത്. ഓപ്പൺ സ്ക്രീനിൻ്റെ ടാഗ് ലൈൻ വരുന്നത് ആൻ അൾട്ടർനേറ്റീവ് സ്പേസ് ടു ഗുഡ് സിനിമ എന്നാണ്. അതായത് നമ്മളൊരു നല്ല സിനിമകൾക്ക് വേണ്ടിയുള്ള ഒരു ബദൽ സ്പേസ് എന്നുള്ള അർത്ഥത്തിലാണ് അത് ചെയ്തത്. കാരണം ഇപ്പം കൊമേഴ്ഷ്യൽ മെയിൻ സ്ട്രീം സിനിമകൾക്ക് തിയേറ്ററുകൾ ലഭിക്കുന്നുണ്ട്, തിയേറ്ററിൽ കാണാം. പക്ഷേ ഇതൊന്നും അല്ലാത്ത ഇൻഡിപെൻഡൻറ്റ് പാരലൽ സിനിമകൾക്ക് അവർക്ക് ഈ സ്ക്രീനിങ്ങിനും മറ്റ് വേദികളൊന്നും ഉണ്ടാകാറില്ല. പിന്നെ അപ്പം അവർക്കത് മറ്റുള്ളവരെ കാണിക്കാനോ അതിൽ നിന്നൊരു വരുമാനം കിട്ടാനോ വഴിയില്ല. അപ്പം ആ ഒരു അങ്ങനെയുള്ള സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തിയേറ്റർ എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ബദൽ തിയേറ്റർ എന്ന് പറയുന്നത്. ഒന്ന് ഫസ്റ്റ് തന്നെ നമ്മുടെ മെയിൻ പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ട് സാമ്പത്തികമായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ആശയം വന്നു, ഒരു തിയേറ്റർ എന്നുള്ള സംഭവം വന്നു. അപ്പം നമുക്കാണ് അതിന് മുൻ പരിചയമൊന്നുമില്ല, ഇതിന് എത്ര ബഡ്ജറ്റാവും എന്നൊന്നും അറിയില്ല. അപ്പം അങ്ങനെ ഒരു ചുരുങ്ങിയൊരു ചിലവിൽ ഒരാളുടെ പറഞ്ഞ് 25,000 രൂപയ്ക്ക് തിയേറ്റർ ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സാധനത്തിന് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പിന്നെ അങ്ങോട്ടേക്ക് പോകുന്തോറും അത് കൂടുതൽ പ്രശ്നമായി. എന്നാൽ ആരുടെ സാമ്പത്തികം ഭയങ്കര പ്രശ്നമായി, നമ്മൾക്ക് ബഡ്ജറ്റ് ഇല്ലാതെ വന്ന കുറേ അവസ്ഥകളൊക്കെ ഉണ്ടായി. അപ്പം നമ്മൾ പല രീതിയിൽ നിന്നും ഇങ്ങനെ ഫണ്ട് കളക്ട് ചെയ്തും ഒക്കെ അവസാനം ചെയ്താണ്. പിന്നെ ഇതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം നമ്മൾ തന്നെയാണ് കംപ്ലീറ്റ് ഏകദേശം ചെയ്തത്. അത്യാവശ്യം വർക്കുകളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ആണ് ചെയ്തത്. അങ്ങനെ ഒരു ഫണ്ടിൻ്റെ ഒരു കാര്യത്തിൽ ഇത് വരുത്താൻ പറ്റി. പിന്നെ നമ്മൾ ഫണ്ട് കുറവാണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെ സിനിമ കാണിക്കണം എന്നൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് റിസ്ക് എടുത്താലും കുഴപ്പമില്ല, നമ്മളെത്ര റിസ്ക് എടുത്താലും കുഴപ്പമില്ല, സാധനം ഒന്ന് വർക്കൗട്ട് ആവുക എന്നുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. പിന്നെ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഇങ്ങനെ ഒരു സാധനത്തിൽ പ്രോഗ്രാമൊക്കെ എത്തിച്ചേരാനൊക്കെ കുറച്ചൊരു പ്രശ്നങ്ങളായി. കാരണം ആവശ്യത്തിനനുസരിച്ച് സിനിമകൾ നമ്മൾ കാണിക്കാനൊക്കെ ഉള്ളൊരു പ്രശ്നം തുടക്കത്തിലുണ്ടായിരുന്നു. അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതും നമുക്ക് മറികടക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ ഘട്ടത്തിലും ഇതിനെ അപ്ഡേറ്റ് ചെയ്ത് ഇപ്പോൾ കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. അതിൻ്റെ ഇടയിൽ കുറേ മാനുഷികമായ കുറേ അധ്വാനങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട്. ഓപ്പൺ സ്ക്രീൻ ഇപ്പം ഇത് 4ാമത്തെ വർഷമാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയ ആ ഒരു ഘട്ടത്തിൽ നിന്ന് ഈ ഒരു 4ാമത്തെ വർഷത്തിലെത്തുമ്പോൾ ഇത് നല്ലൊരു വളർച്ച, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിപ്പെടാനും കൂടുതൽ സിനിമകൾ കാണിക്കാനും ആൾക്കാരൊക്കെ നല്ല സിനിമകൾ കാണിക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിൽ ഭയങ്കര ഇനിയും നമുക്ക് ഇതിനെ കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്യാം, കുറച്ചുകൂടി മികച്ച രീതിയിലാക്കി മാറ്റാം എന്നുള്ള നല്ലൊരു ഇതിലേക്ക് നമുക്കിപ്പോൾ എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു മികച്ചൊരു തിയേറ്റർ എന്നുള്ളതിലേക്കാണ്. അപ്പോൾ അതിലേക്ക് പോകാനുള്ള ഒരു പ്രോത്സാഹനം കൂടി നമുക്ക് ഈ ഒരു 4 കൊല്ലം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാരെ, സിനിമയിൽ ബന്ധപ്പെട്ട ആൾക്കാരെ പരിചയപ്പെടാനും അവരുടെ സൗഹൃദം ഉണ്ടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ 4 വർഷം എന്ന് പറയുന്നത് ഒരു നല്ല അത്യാവശ്യം 4 വർഷം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വളർച്ചയിൽ ഒരു പ്രോത്സാഹനമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഓപ്പൺ സ്ക്രീൻ ഇപ്പോൾ ശരിക്കും ഇവിടെ നടക്കുന്ന പ്രധാന ആക്ടിവിറ്റികൾ എന്ന് പറയുന്നത്, ഒന്ന് ആഴ്ചകൾ തോറുമുള്ള റെഗുലറായിട്ടുള്ള സ്ക്രീനിങ് നടക്കുന്നുണ്ട് ക്ലാസിക് സിനിമകളുടെ. പിന്നെ ഇതല്ലാതെ
ഇപ്പോൾ പുതിയ സിനിമകൾ ഈ അടുത്ത് അങ്ങനെ വന്നിട്ടില്ല. എന്നാലും നമ്മൾ തന്നെ സിനിമകൾ കണ്ടെത്തിയിട്ട് ഇപ്പോൾ സമാന്തര സ്വഭാവമുള്ള സിനിമകൾ കണ്ടുപിടിച്ച് സ്ക്രീൻ ചെയ്യാനുള്ള സ്ക്രീനിങ്ങുകൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റ് ചെറിയ ഫിലിം സൊസൈറ്റികൾ, സിനിമാ സംഘടനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായിട്ട് ക്ലബ് ചെയ്തുകൊണ്ട് നമ്മൾ അവരുടെ തന്നെ ഫിലിം ഫെസ്റ്റിവലുകൾ ഇവിടുന്ന് സ്ക്രീൻ ചെയ്യിക്കാറുണ്ട്. ഇങ്ങനെ കൂടുതലും സിനിമയായിട്ട് തന്നെയാണ്, ഫിലിം സ്ക്രീനിങ്ങിന് വേണ്ടി തന്നെയാണ് ഓപ്പൺ സ്ക്രീൻ ഫിലിം സ്ക്രീനിങ് തന്നെയാണ് കാര്യമായിട്ട് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് ഫിലിം ഫെസ്റ്റിവലായിട്ടും നമ്മളെ റെഗുലർ സ്ക്രീനിങ് ആയിട്ടും ഷോർട്ട് ഫിലിമുകളുടെ സ്ക്രീനിങ് ആയിട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഭാവിയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ഭാവി പദ്ധതി ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ശരിക്കും നമുക്ക് കേരളത്തിൽ നമുക്ക് സാധാരണ കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് തിയേറ്ററുകൾ അവൈലബിൾ ആണ്, അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമ്മളുടെ ഒരു ഓപ്പൺ സ്ക്രീനിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് തന്നെ കൊമേഴ്ഷ്യൽ സ്പേസിൽ നിന്ന് മാറിയിട്ടുള്ള സമാന്തര സ്വഭാവമുള്ള ആർട്ട് വാല്യൂ ഉള്ള സിനിമകളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓപ്പൺ സ്ക്രീനിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ളൊരു ലക്ഷ്യം. അതുകൊണ്ടാണ് ബദൽ തിയേറ്റർ എന്നുള്ള പ്രയോഗം നേരത്തെ പറയേണ്ടായത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എല്ലാ ജില്ലയിലും എല്ലാ ടൗണുകളിലും റിലീസിങ് തിയേറ്ററുകളുണ്ട്. കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് തിയേറ്ററുകൾ അവൈലബിൾ ആണ്. ഇതുപോലെ സമാന്തര സ്വഭാവമുള്ള സിനിമകൾക്ക്, ഇൻഡിപെൻഡൻറ്റ് സിനിമകൾക്ക് തിയേറ്റർ ഒരു ഈ പറഞ്ഞ പോലെയുള്ള ബദൽ തിയേറ്ററുകളുടെ ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാവണം എന്നാണ് നമ്മളുടെ ഒരു ആഗ്രഹം. അതായത് ഓപ്പൺ സ്ക്രീൻ പോലെ ഇപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും ഇതുപോലുള്ള ചെറിയ ചെറിയ തിയേറ്ററുകൾ, ചെറുതോ വലുതോ തിയേറ്ററുകൾ, ഇൻഡിപെൻഡൻറ്റ് സിനിമകളെ മാത്രം കാണിക്കുന്ന തിയേറ്ററുകൾ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ആഗ്രഹം. അപ്പം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഇത്തരം ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു ചെറിയ മൂവ്മെൻറ്റ് അതൊരു വലിയ മൂവ്മെൻ്റ് ആവുക, അത് ശരിക്കും അത് കംപ്ലീറ്റ് ആവുകയും ചെയ്യുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അല്ലാതെ ഇപ്പം നിലവിലുള്ള തിയേറ്ററുകൾ അവിടെ എന്താ പറയുക, വല്ലപ്പോഴും ഒരു 2-3 ദിവസം ഇത്തരം സിനിമകൾ കളിച്ചു പോവുക എന്നുള്ളൊരു ആ ഒരു സമ്പ്രദായം ശരിക്കും കോൺസ്റ്റൻ്റ് അല്ല, അത് ശാശ്വതമായിട്ടുള്ളൊരു ഏർപ്പാടല്ല. അതുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് സിനിമയ്ക്ക് ഗുണമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ സിനിമയ്ക്കും ഇല്ല, ഇൻഡിപെൻഡൻറ്റ് സിനിമ എടുക്കുന്ന ആളുകൾക്കും ഗുണമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള തിയേറ്ററുകളുടെ ഒരു നെറ്റ്വർക്കിംഗ് മറ്റതിന് സമാന്തരമായിട്ട് തന്നെ ഉണ്ടായി വന്നാൽ കുറേ കൂടി നല്ല മാറ്റം ഉണ്ടാവും, കുറേ കൂടി സിനിമകൾ ആളുകളിലേക്ക് കുറേ കൂടി എത്തും. ക്ലാസിക് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ എന്നുള്ളതാണ് നമ്മൾ ശരിക്കും പ്രയോഗിക്കുന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ക്ലാസിക് സിനിമകൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ വേൾഡ് ക്ലാസിക് സിനിമകൾ എന്ന് നമ്മൾ പണ്ട് മുതലേ പറയാറുള്ളൊരു പ്രയോഗമാണ്. അപ്പോൾ ഫെസ്റ്റിവലുകളിൽ മാത്രം കാണുന്ന സിനിമകൾ, നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ മുമ്പൊക്കെ. അപ്പോൾ നമ്മളതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് വെച്ചാൽ, സിനിമ കൊമേഴ്ഷ്യലൈസ് ചെയ്യാത്ത, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്ന ഒരു ടേമുണ്ട്. കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്നത് ഒരു സിനിമ കച്ചവടം ചെയ്യപ്പെടാൻ വേണ്ടി കൂടി ഉണ്ടാക്കുക, കച്ചവടം ചെയ്തു വിറ്റ് പോകണം സിനിമ എന്നൊരു തോട്ട് നിലനിർത്തിക്കൊണ്ടുകൂടി സിനിമ ഉണ്ടാക്കുക. അതിനകത്ത് തന്നെ ഈ പറഞ്ഞ ആർട്ട് വാല്യൂസ് എല്ലാം ഉണ്ടാവും. പല രീതിയിലും സിനിമ സോഷ്യലായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ടായിരിക്കാം. കല എന്നുള്ള അർത്ഥത്തിൽ ആ സിനിമയിൽ എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടാകാം. പക്ഷെ എന്നാൽ പോലും ഈ സിനിമ വിറ്റ് പോകണം എന്ന ഒരു ചിന്ത തുടക്കം മുതൽ ഒടുക്കം വരെ നിലനിർത്തിക്കൊണ്ടുണ്ടാക്കുന്ന സിനിമകളാണ് ശരിക്കും കമേഴ്ഷ്യൽ സിനിമകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട കോംപ്രമൈസുകൾ വരും. അത് കോംപ്രമൈസ് തന്നെയാണ്. അത്തരം കോംപ്രമൈസ് എന്ന് പറയുന്നത് ശരിക്കും സിനിമ ആവശ്യപ്പെടാത്തതാണ്. നമ്മളുടെ സാമ്പത്തികമായ പ്രോഫിറ്റ് എന്നുള്ള ആവശ്യത്തിൻ്റെ പുറത്തുണ്ടാകുന്നതാണ്, സിനിമ ആവശ്യപ്പെടുന്നതല്ല. അത്തരം സിനിമകളാണ് ശരിക്കും കമേഴ്ഷ്യൽ സിനിമകളായിട്ട് നമുക്ക് മാറ്റിയിരുത്തേണ്ടി വരിക. അപ്പോൾ അത്തരം സിനിമകൾ, അതിൻ്റെ ഒരു കൂടിയ ഇനമാണ് ഈ മാസ് സിനിമകൾ എന്ന് പറയുന്നത്. മാസ് സിനിമകൾ അല്ലാതെയും കമേഴ്ഷ്യൽ സിനിമകളുണ്ട്. അപ്പോൾ ഇത് മിക്സഡ് ആയിട്ടുള്ള സിനിമകളുണ്ട്. അപ്പോൾ ഇത്തരം കോംപ്രമൈസുകൾക്കൊന്നും വിധേയമാക്കാതെ ത്രൂ ഔട്ട് സിനിമ ആവശ്യപ്പെടുന്ന രീതിയിൽ സിനിമ ഉണ്ടാക്കുക എന്നൊരു തോട്ടിലൂടെ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന സിനിമകളാണ് ശരിക്കും കുറേ കൂടി എന്താ പറയുക, ജെന്യുവൻ ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ എന്ന് പറയുന്നത്. നമ്മളങ്ങനെയാണ് കാണുന്നത്. നമ്മൾ പ്രത്യേകം ഫോക്കസ് ചെയ്യുന്നൊരു ഏരിയ ആണത്. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഷോർട്ട് ഫിലിമുകൾ കാണിക്കാനും അത് നിർമ്മിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഒരു സിനിമ പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ അത്
ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല, അതിൻ്റെ പുറകിലുള്ള ഒരുപാട് പ്രയത്നങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പുതിയ തലമുറയിലുള്ള ആൾക്കാർ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം സ്വപ്നം കാണുമ്പോൾ അവിടെ ഒരുപാട് കാലം മുന്നിൽ കൊണ്ടുവരുന്നൊരു സിനിമയായിരിക്കും. അത് എടുക്കാനുള്ള പരിമിതികൾ ഒരുപാടുണ്ടാകും, സാമ്പത്തികമായിട്ടും എക്യുപ്മെൻറ്റ്സായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടും. പക്ഷേ ഇത്തരം സിനിമകൾ അവർക്ക് പ്രദർശിപ്പിക്കാനുള്ളൊരു വേദി, അതിനും കൂടി ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഓപ്പൺ സ്ക്രീൻ എന്ന് പറയും. ആർജവത്തോടെ ഇവർ സ്വപ്നയാഥാർത്ഥ്യത്തിനു വേണ്ടി പരിശ്രമിച്ചത് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടും തിയേറ്റർ ഇടങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കിയതുകൊണ്ടുമാണ്. വ്യവസായവൽക്കരണത്തിൻ്റെ ഈ കാലത്ത് ഇത്തരമൊരു ബദൽ സംവിധാനം യഥാർത്ഥത്തിൽ ഒരു പ്രതിരോധമാണ്. സിനിമ വ്യവസായം മാത്രമായി പോകുന്നതിന് എതിരെയുള്ള പ്രതിരോധം.